ഹലോ ചങ്ങായിമാരെ, ബിഗ് ബോസ് എപ്പിസോഡ് 67 ആണ് എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. കാരണം ഈ പറഞ്ഞ എപ്പിസോഡിൻ്റെ നമ്പറൊന്നും നോക്കി കാണാറില്ല, എന്നാലും കാണാറുണ്ട് ഈ പറയുന്ന ബിഗ് ബോസ്. ഇന്നലത്തെ ബിഗ് ബോസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇതുവരെ ശ്രീതു എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻസ് അതിനുള്ളിൽ ഒന്നും തന്നെ കാണിച്ചിട്ടില്ല. എന്നാൽ ആ ലേഡിയുടെ അമ്മ വന്നപ്പോൾ നല്ല രീതിയിൽ തന്നെ കണ്ടന്റുകൾ പുറത്തേക്ക് വിട്ടതായി കണ്ടു. അതിൽ ആദ്യം തന്നെ എടുത്ത് പറയാം, ആദ്യം തന്നെ ബിഗ് ബോസ് പാട്ടൊക്കെ വെച്ചിട്ട് കളി തുടങ്ങി. പിന്നെ ഒരു ഫസ്റ്റത്തെ ഒരു ടാസ്ക് കൊടുത്തതെന്ന് വെച്ചാൽ അർജുൻ ഇൻവെസിബിൾ ആയി നിൽക്കുന്നതാണ്. അല്ലെങ്കിൽ ആശാൻ ഒരു 80% ഇൻവെസിബിൾ ആണ്. പക്ഷേ അതിനുള്ളിൽ എല്ലാ ഗെയിമറുകളുടെ ഇടയിൽ എന്ന് വെച്ചാൽ എല്ലാ കണ്ടസ്റ്റൻസിനും കാണാത്ത രീതിയിൽ എന്ത് വേണമെങ്കിൽ കാണിക്കാം എന്ന രീതിയിൽ കാണിക്കാൻ പറഞ്ഞു. അർജുൻ കുഴപ്പമില്ലാത്ത രീതിയിൽ മുതലെടുത്തു. ശ്രീധുവിൻ്റെ അടുത്താണെങ്കിലും ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൻ്റെ അടുത്താണെങ്കിലും അർജുൻ നല്ല രീതിയിൽ തന്നെ മുതലെടുത്തിട്ടുണ്ട്. ഈ ഐസ് ഇടൽ, ഡ്രസ്സിൻ്റെ ഉള്ളിൽ ഐസ് ഇടലും, പിന്നെ മറ്റേ ഷേവിങ് ക്രീം അതെല്ലാം അവരെ മേത്തും മുഖത്തൊക്കെ തേക്കൽ, ഇങ്ങനത്തെ ഉള്ള ഒരു പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം കൂളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ അർജുൻ്റെ അമ്മയും ചേച്ചിയും വന്നു. നല്ല ഫാമിലി കേട്ടോ, അടിപൊളിയായിട്ട് അടിച്ച് പൊളിച്ച് ചിരിച്ച് കളിച്ച്. പിന്നെ ചേച്ചീനൊക്കെ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, പിന്നെ അറിയില്ല, എവിടെയോ കണ്ട ഒരു ഫേസ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ അദ്ദേഹം ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളൊന്നും നോക്കാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അർജുനെ കുറിച്ച് നോക്കിയപ്പോൾ അവരെ ഫാമിലി ഫോട്ടോ കണ്ടതിൽ നിന്നായിരിക്കാം, അറിയില്ല. എന്തായാലും കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഈ അർജുൻ്റെ ചേച്ചി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ വല്ല പ്രോഗ്രാമിലൊക്കെ ഉള്ളൊരു ലേഡി ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ അവരെ നല്ലൊരു ഫാമിലിയാണ്, അവർ സംസാരിക്കുന്നുണ്ടായി, കൃത്യമായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അതിൽ അർജുൻ്റെ ചേച്ചി പറഞ്ഞൊരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആയി തോന്നി. അതിൽ അർജുനോട് പറയുന്നുണ്ട്, നീ പറയുന്ന പല കാര്യങ്ങളും മനസ്സിലാവുന്നില്ല, ചിലതിനൊക്കെ സബ് ടൈറ്റിലിട്ട് കാണിക്കൂ എന്നൊക്കെ പറഞ്ഞത് എനിക്ക് പലപ്പോഴും തോന്നിയത്. ചില സമയത്തുള്ള അർജുൻ്റെ സംസാരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അതിന് മുമ്പേ ഒരു ഷോർട്സ് പോലെ ചെയ്തിട്ടുണ്ടായിരുന്നതിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഈ വിഷയത്തെക്കുറിച്ച്. അർജുൻ്റെ ഫാമിലി വന്നു, എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ കണക്ട് ചെയ്തു, നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ഫാമിലി. ഇവർ പറയാണ്ട് കേട്ടോ, ഒരുപാട് ആഗ്രഹിച്ചത് വന്നാണ് അർജുനും ഇതേപോലെ തന്നെ അമ്മയും. ഇവർ രണ്ടുപേരൊക്കെ ഒരുമിച്ചിരുന്ന് ഈ പ്രോഗ്രാമൊക്കെ കണ്ടിരുന്നതാണ്. അപ്പം അങ്ങനെ അത്രത്തോളം ആഗ്രഹിച്ച ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം, ഹാപ്പിനെസ് കൃത്യമായിട്ട് അമ്മയും ചേച്ചിയൊക്കെ അത് കാണിക്കാണ്ട് ഈ ബിഗ് ബോസ് വിളിക്കേണ്ട അർജുൻ്റെ അമ്മക്കും ചേച്ചിക്കും സ്വാഗതം പറയുമ്പോൾ രണ്ടുപേരെ മുഖത്ത് കാണുന്ന സന്തോഷം, ചേച്ചിയുടെ ഒക്കെ സന്തോഷം വേറെ ലെവലാണ്. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു. അതിനുശേഷം ശ്രീധുവിൻ്റെ അമ്മ വരുന്നത്, സത്യം പറഞ്ഞാൽ ഇതാണ് എടുത്ത് പറയേണ്ടത്. ശ്രീധുവിൻ്റെ അമ്മ വന്നു. അത് ഞാനൊരു ഷോർട്സ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, റീൽസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഷോർട്സ് ആയിട്ടല്ല, റീൽസ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ഉണ്ട്. അതിൽ ശ്രീധുവിൻ്റെ അമ്മ കൃത്യമായിട്ട് ശ്രീധുവിനോട് പറയുന്നുണ്ട്. ആദ്യം തന്നെ ശ്രീധുവിനോട് പറയുന്നുണ്ട്, നീ ആകെ ക്ഷീണിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, കൃത്യസമയത്ത് ഉറങ്ങണം കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ ശ്രീധു പറയണ്ടേ, അതിന് നമുക്കിവിടെ ടൈം കിട്ടുന്നില്ല. അപ്പോൾ അമ്മ പറയണ്ടേ, ലൈറ്റ് ഓഫ് ആയി തന്നെ നീ പോയി കിടന്നുറങ്ങ്. അപ്പോൾ ശ്രീധു പിന്നെ ഇതൊക്കെ വിഷയങ്ങളിൽ കൂടി പോകുമ്പോൾ തന്നെ ശ്രീധു പറയുന്നുണ്ട്, അമ്മ 2 പ്രാവശ്യം വീഡിയോയിൽ വന്നപ്പോഴും മുഖാകെ ഡള്ളായിട്ടാണ് ഇരിക്കേണ്ടായിരുന്നത്, എന്തേ ഉറങ്ങല്ലേ എന്ന് ചോദിക്കുമ്പോൾ അമ്മ എടുത്തേക്ക് പറഞ്ഞു, നീ ഉറങ്ങുമ്പോൾ ഞാൻ ഉറങ്ങാറ്, നീ എന്തുകൊണ്ട് ഉറങ്ങുന്നില്ല എന്ന്. ഇത് ശ്രീധുവിന് അപ്പം ഒന്നും കത്തിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ ശ്രീധുവിൻ്റെ അമ്മ അവിടെ പറഞ്ഞു വെക്കുന്നത് വെച്ചാൽ എല്ലാ അമ്മമാരും ഫാമിലി, അമ്മ എന്ന് പറയണ്ട, ഫാമിലി അച്ഛനും അമ്മയൊക്കെ ആണെങ്കിലും നമ്മുടെ മക്കൾക്ക് ഒരു പ്രോഗ്രാമിൽ പോയിട്ട് അവിടെ നിന്ന് ഒരു മോശം അവസ്ഥ അല്ലെങ്കിൽ മോശം രീതിയിൽ പുറത്തേക്ക് വരുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ അത് തിരുത്താൻ തോന്നും. അല്ലെങ്കിൽ നമ്മളുടെ മകളിലുള്ള പോരായ്മ, നമ്മുടെ മക്കളിലുള്ള പോരായ്മ അത് അവരറിയിക്കാൻ തോന്നും. ഇത് എത്രയൊക്കെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞാലും എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് അവർ അറിയിക്കും. അത് തന്നെയാണ് ശ്രീധുവിൻ്റെ അമ്മ. ശ്രീധു അമ്മ കൃത്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ പോലും അവിടെ പറഞ്ഞു വെച്ചിത്രേ ഉള്ളൂ, നീ ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു പയ്യനായിട്ട് ഈ രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത്, എല്ലാവർക്കും ഉറങ്ങേണ്ട സമയത്തൊക്കെ നിങ്ങൾ പുറത്ത് പോയിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്, ഫസ്റ്റ് തന്നെ ഇവർ തമ്മിൽ ചെന്നിരുന്ന് സംസാരിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല. പക്ഷേ ഇങ്ങനെ വന്ന് സംസാരിക്കുന്നത് ശരിയല്ല. കാരണം ഈ ശ്രീധു എന്ന് പറയുന്ന ലേഡി ഇപ്പോൾ അതിനുള്ളിൽ അറിയുന്നതും അല്ലെ കാണുന്നതും ഇവർ തമ്മിലുള്ള അർജുനും ശ്രീധുവും തമ്മിലുള്ള ഒരു കോംബോ പോലെ കാണുന്നതല്ലാതെ പ്രത്യേകിച്ച് അതിനുള്ളിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. നിങ്ങൾ കാണുന്നുണ്ടോ? ഇന്ന് അമ്മ വന്നതിന് ശേഷം വന്നൊരു ടാസ്ക് ഉണ്ടായിരുന്നു. ആ ടാസ്കിൽ കുഴപ്പമില്ലാത്ത കാര്യം ശക്തമായിട്ട് തന്നെ ശ്രീധു സംസാരിക്കും നമ്മൾ കണ്ടിരുന്നു. പിന്നെ ഒരു ക്യൂട്ട്നെസ് ആയിട്ടുള്ള ഒരു പിണക്കം കാണിച്ചു, എൻ്റെ കയ്യിൽ തന്നാൽ മാത്രമേ ഞാൻ പ്ലേറ്റ് നോക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ടാസ്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അല്ലാതെ ശ്രീധു എന്ന് പറയുന്ന ലേഡി അവിടെ ഇൻവെസിബിൾ ആണ്. വിസിബിൾ ആവണമെന്ന് അമ്മ അടക്കം പറഞ്ഞു കൊടുക്കുന്നത് കാണാം. അതിൽ അമ്മ പറയുന്ന അത്രേ ഉള്ളൂ, ഉറങ്ങേണ്ട സമയത്ത് നീ ഉറങ്ങണം, നീ ഉറങ്ങാത്തതുകൊണ്ട് ഞാൻ ഉറങ്ങുന്നതായിരുന്നു. ശരിയാണ്, ഒരു അമ്മയാണ്, തൻ്റെ മകൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാണിക്കുന്നുണ്ട് എന്നത് കൃത്യമായിട്ട് തന്നെ നോക്കി കണ്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കിടന്നുറങ്ങുന്നതുകൊണ്ട് അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഒന്ന് ഓർത്താൽ മതി. ഇപ്പം ശ്രീധു എന്ന് പറയുന്ന പെൺകുട്ടി പുറത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പം അകത്തുനിന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ അവൾക്ക് ഒരു ലൈഫ് ഉണ്ടെന്നും എൻ്റെ മകൾ പുറത്ത് മറ്റൊരു മോശമായ രീതിയിൽ അറിയപ്പെടാൻ പാടില്ല എന്നതും ഏതൊരു അമ്മക്കും ഉണ്ടാകുന്ന ഒരു ആഗ്രഹമല്ലേ. അതുപോലെ തന്നെ ബിഗ് ബോസ് ഇവർ ലവ് കോംബോ ആണ്, പ്രണയമാണ്, പ്രണയ ജോഡികളാണ് എന്ന രീതിയിൽ പലപ്പോഴും ഈ ശ്രീധുവിനെ കാണിക്കുമ്പോൾ ശ്രീധു എന്തെങ്കിലും പറയും അർജുനെ കാണിക്കുക, അർജുൻ എന്തെങ്കിലും പറയും ശ്രീധുവിനെ കാണിക്കുക. അതുപോലെ തന്നെ രണ്ടുപേരും തമ്മിൽ ചെന്നിരിക്കും, അതിന് വേറൊരു മൂഡ് കൊടുക്കുക. ഇതൊക്കെ ബിഗ് ബോസ് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇവർക്കിടയിൽ ഒരു കോംബോ, അത് പ്രണയ ജോഡികൾ എന്ന രീതിയിൽ ബിഗ് ബോസ് പുറത്തേക്ക് വിടുന്നുണ്ട്. അത് ശ്രീധു അറിയുന്നില്ല, പകരം ശ്രീധുവിൻ്റെ അമ്മ അറിയുന്നുണ്ട്. തൻ്റെ മകളെ അങ്ങനെ തിരിച്ചറിയണ്ട, എൻ്റെ മകൾ ഒരു കണ്ടസ്റ്റൻസ്, ഒരു ഗെയിമറായിട്ട് ബിഗ് ബോസിൽ നിന്നും ഒരു വിന്നറായിട്ട് പുറത്തു വരുന്നത് പോലെ അറിയണമെന്ന് ആ അമ്മ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ ആ അമ്മ കൃത്യമായിട്ട് പറഞ്ഞു. അതേപോലെ തന്നെ ഈ ചെരുപ്പ് ഇടുന്നതിനെ കുറിച്ചൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ടായി. പക്ഷേ എപ്പിസോഡിൽ ഈ അമ്മനെ ഈ കൺസ്ട്രക്ഷൻ റൂമിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു.
ബിഗ് ബോസ് സംസാരിക്കാൻ വേണ്ടി വിളിച്ചിട്ട് അതിൽ അമ്മയോട് പറയുന്നതൊന്നും കാണിക്കുന്നില്ല. പക്ഷേ ലൈവിലൊക്കെ അല്ലെങ്കിൽ ഞാനൊരു ക്ലിപ്പ് കണ്ടാണ്, ലൈവിലൊക്കെ ഇത് അമ്മയെ വിളിക്കുന്നതും ബിഗ് ബോസ് സംസാരിക്കുന്നതും തളർത്താൻ പാടില്ല എന്നൊക്കെ പറയുന്നതും അമ്മ സോറി പറയുന്നതൊക്കെ കണ്ടിരുന്നു. എനിക്കറിയാൻ പാടില്ലാത്തൊരു കാര്യം ചോദിക്കുകയാണ്, ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൽ നിന്നും ജാസ്മിന് മാത്രം എന്താണ് ബിഗ് ബോസ് ഇത്രത്തോളം ഇത് കൊടുക്കുന്നത്, പ്രത്യേകത കൊടുക്കുന്നത്? കാരണം ജാസ്മിൻ്റെ വാപ്പാക്ക് വയ്യാന്ന് വാപ്പ വിളിക്കുന്നു, പലതരത്തിലുള്ള കത്തുകൾ വരുന്നത് കാണുന്നു. അതിൽ വന്ന പലരും നമ്മുടെ സീക്രട്ട് ഏജന്റിനും അടക്കം വാണിംഗ് കൊടുത്തു. പക്ഷേ ഇത് കേട്ട ജാസ്മിനൊന്നും കൊടുത്തിട്ടുണ്ടായില്ല. അതുകൊണ്ട് തന്നെയാണ് ജാസ്മിൻ പിന്നീട് സിജോ ഒക്കെ വന്നപ്പോൾ സിജോൻ്റെ അടുത്ത് നിന്നിട്ട് എന്താണ് വിഷയങ്ങളെക്കുറിച്ച് ചോദിക്കുന്നത് നമ്മൾ കണ്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ജാസ്മിന് മാത്രം പ്രത്യേകത? ജാസ്മിന് മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അതായത് 2 ഗസ്റ്റുകൾ വന്നിട്ടുണ്ടായി, ഈ ഗസ്റ്റുകളും ജാസ്മിന് മാത്രം ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്കറിയാത്തതുകൊണ്ട് ചോദിക്കണതാണ്. എന്തുകൊണ്ട് ജാസ്മിന് മാത്രം ബിഗ് ബോസ് ഇത്രയും പ്രത്യേകത കൊടുക്കുന്നു? ഇനി ഈ പറയുന്ന അഖിൽമാരാറും ഇവരൊക്കെ വന്ന് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ചില വിട്ടുവീഴ്ചകൾ കൊടുക്കുന്നതിന് മറ്റ് ചില വിട്ടുവീഴ്ചകൾ മറ്റുള്ള കണ്ടസ്റ്റൻസ് കൊടുത്തത് കൊണ്ടാണോ ഇനി ജാസ്മിന് ഇതുപോലെ ഒരു നമുക്ക് എല്ലാവർക്കും സംശയിക്കാമല്ലോ. കാരണം ഇപ്പം അത് കണ്ടുവരുന്നത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ജാസ്മിന് മാത്രമേ ഉള്ളൂ ഒരു പ്രത്യേകത കൊടുക്കുന്നത്. ജാസ്മിന് ആർക്ക് വേണമെങ്കിലും ക്ലൂകൾ കൊടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇനി ജാസ്മിന് പുറത്തുനിന്നുള്ള വ്യക്തികളോ അല്ലെങ്കിൽ മറ്റുള്ള കണ്ടസ്റ്റൻസിലോ നിന്ന് കിട്ടിയില്ലെങ്കിൽ പോലും ബിഗ് ബോസ് തന്നെ കുറേ ക്ലൂകൾ കൊടുക്കുന്നത് നമുക്ക് കാണാറുണ്ട്. കാരണം ജാസ്മിനെ വിജയിപ്പിക്കണം എന്ന രീതിയിലായിരിക്കുള്ളൂ. പിന്നെ 2 ദിവസം കൊണ്ട് 4 ഫാമിലിയാണ് വന്നിരിക്കുന്നത്. ഇന്ന് ചിലപ്പോൾ വരാൻ പോകുന്നത് ഈ ജിൻഡോനെയും നന്ദനയുടെയും അമ്മ ഫാമിലി വരുമെന്നാണ് തോന്നുന്നത്. എന്തായാലും ബാക്കിയുള്ള 2 ദിവസം 4 ഫാമിലികൾ വന്നു. ഈ 4 ഫാമിലി വരുന്ന സമയത്തും ജാസ്മിൻ്റെ ഒരു കാട്ടിക്കൂട്ടായ്മ ഉണ്ടായിരുന്നു. ഇതുവരെയുള്ള ബിഗ് ബോസ് സീസണിൽ വെച്ച് തന്നെ നോക്കിയാൽ അഖിൽമാരാറിൻ്റെ ഫാമിലി വന്നതായിരുന്നു ഏറ്റവും നല്ലൊരു അടിപൊളി സീസണായി നോക്കിയത്. ഏറ്റവും കൂടുതലും ആൾക്കാർ കണ്ട പ്രൊമോ പോലും ഈ അഖിൽമാരാറിൻ്റെ ഫാമിലി വന്നതിൻ്റെയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ അതേപോലെ തന്നെ അപ്രതീക്ഷിതമായി വരുന്ന അല്ലെങ്കിൽ ആ സമയത്ത് മുഖത്ത് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ഹാപ്പിനെസ്. ഇത് കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കുറേ ക്യൂട്ട്നെസ് ഒക്കെ വാരിയിട്ട് ജാസ്മിൻ 2-3 പ്രാവശ്യം ശ്രമിച്ചു നോക്കി. പക്ഷേ എന്തോ അതൊന്നും ഏറ്റില്ല. അത്ര ദിവസം ജാസ്മിൻ്റെ വന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ ലാസ്റ്റത്തെ ഫാമിലി കൂടി വന്നപ്പോഴും അല്ലെങ്കിൽ ഒരു കണ്ടസ്റ്റൻസിൻ്റെ ഫാമിലി വന്നപ്പോൾ ജാസ്മിൻ അത്രത്തോളം ഓടിച്ചെന്ന് അത്ര ഇൻട്രസ്റ്റ് കാണിക്കുന്നൊന്നും കണ്ടിരുന്നില്ല. പിന്നെ ഉള്ളത് അഭിഷേകിനെ കുറിച്ച് പറയാനാണ്. ഓരോ ഫാമിലി ഓരോ അമ്മമാർ വരുമ്പോഴും അഭിഷേകിൻ്റെ മുഖത്ത് കാണാം അതൊരു പ്രത്യേക. ഞാൻ ഇതുപോലെ തന്നെ അതും ഞാനൊരു റീലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇല്ലാത്തതിൻ്റെ വില നമുക്ക് നന്നായി അറിയാം. അപ്പം അത് ഉള്ളവർ അത് ആരുടെ കയ്യിലാണോ അവരത് കൊണ്ട് കളിക്കുമ്പോഴും അതുകൊണ്ട് സന്തോഷിക്കുമ്പോഴും നമുക്കറിയാവുന്ന സാധനമാണ്, അത് നമുക്കില്ല. പക്ഷെ അതിൻ്റെ വില നമുക്ക് നല്ലപോലെ അറിയാം. അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് നമ്മൾ ഒരുപാട് ഓർക്കും. നമ്മൾ നല്ല രീതിയിൽ തന്നെ ഡൗൺ ആയി പോകും. അഭിഷേകിന് ഇങ്ങനെ സെൻറ്റിമെൻറ്റ്സ് ഒന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ തൻ്റെ വിഷമങ്ങൾ പുറത്ത് കാണിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കാം. ഉള്ളിൽ നല്ല രീതിയിൽ തന്നെ അഭിഷേക് പൊട്ടിക്കരയുണ്ടാവും സത്യത്തിൽ. കാരണം അവിടെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവരമ്മമാരെ കുറിച്ച് പറയുന്ന സമയത്തൊക്കെ അഭിഷേകിൻ്റെ മുഖം നോക്കിയാൽ മതി നിങ്ങൾക്ക്, അത്രത്തോളം ആ മുഖത്ത് വരുന്നുണ്ട് വിഷമങ്ങൾ. പക്ഷേ ഈ വന്ന് കയറുന്ന അമ്മമാരൊന്നും ഇത് അഭിഷേകിനോട് അത്ര അടുത്ത് കാണുന്നില്ല. ഇനി ചിലപ്പോൾ ഈ പറയുന്ന ബിഗ് ബോസ് എഡിറ്റിംഗ് കട്ടാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അഭിഷേകിനെ വീണ്ടും ഒന്ന് മാറ്റി നിർത്തി കാണിക്കുന്നതാണോ അല്ലെങ്കിൽ ഈ പറയുന്ന സെൻറ്റിമെൻറ്റ്സ് വെച്ചിട്ട് മുതലെടുക്കുന്നതാണോ എന്ന് എനിക്കറിയാം. ചിലപ്പോൾ അമ്മമാരൊക്കെ പോയിട്ട് അഭിഷേകിനെ കെട്ടിപ്പിടിക്കാൻ സംസാരിക്കുകയൊക്കെ ചെയ്യാണ്ടാവും, ചിലപ്പോൾ അവൻ കാണിക്കാണ്ടായിരിക്കും. എന്നിരുന്നാൽ പോലും അഭിഷേകിൻ്റെ വിഷമം നമുക്ക് മനസ്സിലാവും. നമ്മളും പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാ അമ്മമാരും വന്നിട്ട് അഭിഷേകിനോട് ഒരു മോനെ പോലെ തന്നെ കണ്ട് കെട്ടിപ്പിടിച്ചു നല്ലൊരു അടുപ്പം കാണിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നീ വിഷമിക്കേണ്ട മോനെ, നിനക്ക് ഞാനും ഒരമ്മയാണ് എന്ന രീതിയിലൊരു വാക്ക് കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അഭിഷേകിന് അവിടെ വല്ലാത്ത സന്തോഷം കിട്ടും. പിന്നെ ഗെയിമിൻ്റെ കാര്യം പറഞ്ഞാൽ അഭിഷേകൊക്കെ വേറെ ലെവൽ ഗെയിമർമാരാണ്. കാരണം ഇന്നലത്തെ ഗെയിം തന്നെ കണ്ടപ്പോഴും അഭിഷേക് അടിപൊളിയായിട്ട് കളിക്കണ്ടായിരുന്നു. അതിൽ പിന്നെ നന്ദനയും സിജോ ഒക്കെ തമ്മിലൊരു ഫിസിക്കൽ ടാസ്ക് അത് ചെയ്യുന്നത് കണ്ടിരുന്നു. അതിൻ്റെ ഇടയിൽ ആ പൈപ്പൊക്കെ പൊട്ടിക്കണ കണ്ടിരുന്നു. പിന്നെ കുഴപ്പമില്ല, ഇന്നലത്തെ ദിവസം ശ്രീധുവിൻ്റെ അമ്മ തൂക്കിയിട്ടുണ്ട്. എന്തായാലും എനിക്ക് ഇത് മാത്രം തോന്നിയുള്ളൂ, ശ്രീധുവിൻ്റെ അമ്മയോ വാണിംഗ് ചെയ്തത് ഞാൻ കണ്ടിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ജാസ്മിനോട് ഇതുപോലെയുള്ള വാണിംഗ് ഒന്നും ഇല്ലാത്തതെന്നാണ് എനിക്കറിയാത്തത്. ഇനി ജാസ്മിൻ്റെ വാപ്പയമ്മൊക്കെ വരും കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടറിയാം എന്താണ് കാണാൻ പോകുന്നതെന്നുള്ളത്. എന്തൊക്കെ ഈ പറയുന്ന ക്ലൂകൾ കൊടുക്കും അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നണേ കൊടുക്കാനൊന്നും ചാൻസ് ഇല്ല. ഇനി വരുമെന്ന് തന്നെ അറിയില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ ഗബ്രി അപ്പുറം വെളുപ്പിക്കൽ നടക്കുന്നുണ്ട്. ജാസ്മിൻ കൊടുത്ത മാല അത് നമ്മൾ കണ്ടാണല്ലോ, ഈ ഗബ്രിയുടെ മാല ജാസ്മിൻ കൊണ്ടു നടക്കുന്നു. അത് നമ്മുടെ സാബു ചേട്ടൻ എടുത്തുകൊണ്ട് പോകുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ നാടകവും സെൻറ്റിമെൻറ്റ്സ് ഒക്കെ കാണിക്കുന്ന കണ്ടതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഗബ്രി ഇപ്പോൾ പല ഇൻ്റർവ്യൂകൾക്ക് പോകുമ്പോൾ ജാസ്മിൻ്റെ മാല ദസ്ബിയെ പോലെ കൈമൊക്കെ കെട്ടിക്കൊണ്ട് നടക്കണ കാണുന്നുണ്ട്. അതൊരു വെളുപ്പിക്കൽ നാടകം അപ്പുറം നടക്കുന്നുണ്ട്. എന്തോ എനിക്ക് ഈ പറഞ്ഞ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ ശ്രീധുവിൻ്റെ അമ്മ കൃത്യമായിട്ട് ഒരു അമ്മ എന്നൊരു സ്ഥാനം അവിടെ കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. തൻ്റെ മകളെ സമൂഹത്തിൽ തെറ്റായ രീതിയിൽ ആരും ചിന്തിക്കരുത്, തെറ്റായ മെസ്സേജുകൾ മകളിൽ നിന്ന് പോകാൻ പാടില്ല എന്നത് അറിയാവുന്നതുകൊണ്ട് തന്നെ മകളെ എത്രത്തോളം സ്നേഹിക്കുന്ന ഒരു അമ്മയായതുകൊണ്ട് തന്നെ തനിക്ക് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു. അതേപോലെ തന്നെ ശ്രീധു അമ്മ വരുന്നതിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ശ്രീധുവിന് അമ്മയെ ഒരു പേടിയുണ്ട്, സ്നേഹം കൊണ്ടുള്ളൊരു പേടി. ആ പേടി
അമ്മയോടും ഉണ്ട്. രണ്ടുപേരും തമ്മിൽ ഭയങ്കര സ്നേഹമാണെങ്കിൽ പോലും അമ്മ എന്നൊരു ഇതുണ്ടല്ലോ, അത് ശ്രീധുവിനും ഉണ്ട് എന്ന് എനിക്ക് തോന്നി. എന്നിരുന്നാൽ പോലും നല്ല അടിപൊളി ഫാമിലി, നല്ല അടിപൊളിയായിട്ട് ഗെയിം കളിക്കട്ടെ. പിന്നെ ജാസ്മിനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ബിഗ് ബോസ് ജാസ്മിനെ ദത്തുപുത്രിയാക്കി എടുക്കുക. ഇനി ജാസ്മിന് കപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു നല്ലൊരു വിജയമായിട്ട് തോന്നുകയില്ല ആർക്കും തന്നെ. ഇത്ര തന്നെ പറയുന്നുള്ളൂ. അടുത്ത ദിവസത്തെ അടുത്ത ഫാമിലിയെക്കുറിച്ച് കാണാം. ബൈ.